അധികാരികൾക്ക് അത്ര നല്ല കാലമല്ല. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വിമർശനമാണ്. എവിടെ തിരിഞ്ഞാലും വിമർശനം. കഴിഞ്ഞ ദിവസം 7ാം KLFന്റെ ഭാഗമായാണ് MT വാസുദേവൻ നായർ അധികാരത്തെപ്പറ്റി ചില വാക്കുകൾ പറഞ്ഞത്. ആ അധികാരി ആരായിരുന്നു എന്നായിരുന്നു പിന്നീടുള്ള ചർച്ച മുഴുവൻ. പിണറായി വിജയനാണോ, മോദിയാണോ, ഇനി സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ആണോ എന്ന് പോലും ആളുകൾ ചിന്തിച്ചു കൂട്ടിയിരുന്നു. ശേഷം ഇപ്പോൾ അടുത്ത വിവാദവുമായാണ് അഥവാ അടുത്ത വിമർശനവുമായാണ് എഴുത്തുകാരനായ മുകുന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കിരീടത്തിന്റെ സുഖമറിഞ്ഞവരാണ് ഇപ്പോഴത്തെ അധികാരികളെന്നാണ്. മാത്രമല്ല ചില ചോരക്കളികളെയും പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ വിമർശനം ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളായിരിക്കും വരും ദിവസങ്ങളിലെല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. എന്തു തന്നെയാണെങ്കിലും മുകുന്ദന്റെ ആ വിമർശനം ഒന്ന് കേൾക്കാം. ഇരിക്കുന്ന സിംഹാസനത്തിന് ജനങ്ങൾക്കല്ല വില എന്ന് ധരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. സിംഹാസനത്തിലിരിക്കുന്നവർ അധികാരത്തിന്റെ രുചി അറിഞ്ഞവരാണ്. അവരോട് പറയാനുള്ളത് സിംഹാസനത്തിൽ നിന്ന് ഒഴിയൂ എന്നാണ്. ജനം പിന്നാലെയുണ്ട്. ഇതായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെത്തിയ മുകുന്ദന്റെ ആ വാക്കുകൾ. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നായിരുന്നു MT വാസുദേവൻ നായരുടെ വിമർശനം. അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി. അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടിയെന്നും KLFൽ മുഖ്യാതിഥിയായി എത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം തുറന്നടിച്ചിരുന്നു. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു MTയുടെ ആ വിമർശനം. സംഭവം ഇരു സാംസ്കാരിക നേതാക്കളും ആരെയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ മുകുന്ദന്റെ വാക്കുകളിൽ ചോരക്കറകളെ പറ്റി പ്രതിപാദിക്കുന്നത് കൊണ്ട് ഇപ്പോൾ CPM വിരുദ്ധരെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെയാണ് ഈ വാർത്ത എന്നുള്ള തരത്തിൽ പടച്ചുവിടുകയാണ്. അത് MT വാസുദേവൻ നായരുടെ പ്രസംഗത്തിലും ഇതേ തരംതിരിവുണ്ടായിരുന്നു. എന്നാൽ ആ തരംതിരിവിനെ എല്ലാം തന്നെ തിരുത്തിക്കൊണ്ടായിരുന്നു ദേശാഭിമാനി അഥവാ CPIMന്റെ മുഖപത്രമായ ദേശാഭിമാനി പിറ്റേ ദിവസം വന്നത്. MT വാസുദേവൻ നായർ തങ്ങളോട് പ്രതികരിച്ചുവെന്നും MT വാസുദേവൻ നായർ വ്യക്തമായി തന്നെ പിണറായി വിജയനല്ല എന്ന് തങ്ങളോട് സമ്മതിച്ചു എന്നുള്ളതായിരുന്നു ദേശാഭിമാനിയുടെ വാദം. മാത്രമല്ല റഷ്യ എന്നുള്ള രാജ്യത്തെ പറ്റിയാണ് താൻ പ്രതിപാദിച്ചതെന്നും രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളമാണോ അത് ഇന്ത്യയാണോ താൻ ഉദ്ദേശിച്ചതെന്നും മനസ്സിലാക്കാമെന്നുമെല്ലാം തന്നെ അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എന്നുള്ള തരത്തിലെല്ലാം തന്നെയുള്ള പ്രതികരണങ്ങളായിരുന്നു MT വാസുദേവൻ നായർ ദേശാഭിമാനിയോട് നൽകി എന്ന് ദേശാഭിമാനി അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ MN കാരശ്ശേരിയെ പോലുള്ളവരും S ജയശങ്കറെ പോലുള്ളവരെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യാതൊരു കാരണവശാലും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റിയല്ല, മമതാ ബാനർജിയെ പറ്റിയല്ല, അല്ലെങ്കിൽ ഹിറ്റ്ലറെ പറ്റിയല്ല, മുസോളിനിയെ പറ്റിയല്ല എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം അതിന് വ്യക്തമായ ഒരു കാരണം അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് റഷ്യ എന്നുള്ള ഒരു രാജ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു പ്രതികരണം എന്നുള്ളതും ആ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും കൂടി ആലോചിക്കണമെന്നും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് എതിരാളിയുടെ സ്ഥാനത്ത് ഗാന്ധിജിയുടെ പേര് ആയിരുന്നില്ല, EMSന്റെ പേരായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. EMS എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെയായി തന്നെയായിരുന്നു MT വാസുദേവൻ നായരുടെ വിമർശനം. കാരണം എതിർ സ്ഥാനത്തുണ്ടായിരുന്നത് EMS ആണ്. യാതൊരു കാരണവശാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാനായിട്ട് EMSനെ എതിർ സ്ഥാനത്ത് നിർത്തേണ്ട ആവശ്യം MT വാസുദേവൻ നായർക്കില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു വാദം എന്ന് പറയുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ ആ മോദിയുടെ പ്രഭാവത്തിന് അല്ലെങ്കിൽ ആ രാജ്യതലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു ദേശീയ തലത്തിൽ തന്നെ നിൽക്കുന്ന ഒരു നേതാവിന്റെ പേരെടുത്ത് പരാമർശിക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു MN കാരശ്ശേരിയുടെ എല്ലാം തന്നെ വാദം എന്ന് പറയുന്നത്. മാധ്യമങ്ങളിലാണെങ്കിൽ പോലും പിണറായി വിജയനെ തന്നെ ആണ് MT വാസുദേവൻ നായർ ഉദ്ദേശിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നതാണ്. പല തരത്തിലാണ്. പക്ഷേ CPMന്റെ ഭാഗത്ത് നിന്ന് MT വാസുദേവൻ നായർ ഇത്തരം ഒരു പ്രസംഗം നടത്തി തിരിച്ച് ഇറങ്ങുന്ന സമയം മുതൽ തന്നെ ഇതിനുള്ള പ്രതിരോധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി തന്നെയായിരുന്നു അല്ലെങ്കിൽ സൈബർ പ്രതിരോധം തന്നെയായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. യാതൊരു തരത്തിലുള്ള അമ്പുകളും പിണറായി വിജയന്റെ നേർക്ക് ഏൽക്കാതിരിക്കാനുള്ള സർവ്വസന്നാഹങ്ങളോടും കൂടി തന്നെ തൊട്ടടുത്ത് പെട്ടെന്ന് തന്നെ പോയി MT വാസുദേവൻ നായരുടെ പ്രതികരണം എടുക്കുകയും അതെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുകയും തുടങ്ങിയ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സന്നാഹങ്ങളും പ്രതിരോധങ്ങളെല്ലാം തന്നെ CPM സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് തന്നെയാണെങ്കിലും 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും മുകുന്ദൻ ഇതേ അധികാര കസേരയെ അല്ലെങ്കിൽ അധികാര ഗർവിനെ കുറിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആണെങ്കിലും വിമർശനങ്ങളെല്ലാം തന്നെ അധികാരികൾക്ക് നേരെയാണ് എന്നുള്ളതാണ്. ആത്മവിമർശനം രണ്ടുപേർക്കും ആകാം.
അതായത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒന്ന് ആത്മവിമർശനം നടത്തുന്നത് നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. അധികാരികളെ പറ്റി അല്ലെങ്കിൽ അധികാര ഗർവിനെ പറ്റി ഇപ്പോൾ സാംസ്കാരിക നേതാക്കന്മാർ വരെ വന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അത്രയും വലിയ അധികാര ധൂർത്ത്, അധികാര ഗർവ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ എല്ലാം സാരാംശം. അതുകൊണ്ട് തന്നെ ഇനി നേതാവ് ആരായാലും ആർക്കെങ്കിലും അത് അവനവനെ പറ്റിയാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ ഒരു ആത്മവിമർശനം നടത്തുന്നത് നന്നായിരിക്കും.